ഹലോ, എന്താണ് കേട്ടില്ല? എനിക്ക് ആ പേര് റിവീൽ ചെയ്യുന്നതിന് ഒരു അല്ല, പേര് പരിമിതിയുണ്ട്. റിവീൽ ചെയ്താലല്ല ചേട്ടാ എനിക്കത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പറ്റി ഇങ്ങനെ എന്താ പറഞ്ഞു നടക്കുന്നത് എനിക്കറിയാൻ പറ്റില്ലല്ലോ. അത് ആരാണെന്ന് വ്യക്തമായി ഓക്കെ, ഞാൻ പറയാം. സംസാരിച്ചാലേ എനിക്ക് ക്ലിയർ ഇപ്പൊ ഔട്ട് ചെയ്യാൻ. ഞങ്ങളോട് പറഞ്ഞ എന്തെന്നറിയോ അവന്തിക, ആ പാർട്ടിക്ക് ഒരാള് ആ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഒരു ട്രാൻസ്ജെൻഡർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ലീഡർ മിസ്ബിഹേവ് ആയിട്ട് സംസാരിച്ചെന്നോ ഫോട്ടോ അയച്ചു കൊടുത്തെന്നോ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ്. പിന്നെ വേറെ ഏതോ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തോ മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ വിളിക്കുന്നത്. ഓക്കെ. അപ്പോഴാണ് ഞങ്ങൾ കോൺഫറൻസിൽ ആഡ് ചെയ്തത്. അപ്പൊ പിന്നെ അവന്തികയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ വരുന്നില്ല, ഞാൻ എന്തായാലും കോൺഫറൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ അനുവാദത്തോടു കൂടി ഞാൻ അതാണ് ആഡ് ചെയ്തത്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ചേട്ടനോട് ആരാ പറഞ്ഞത് ആ കാര്യം? അത് സംസാരിക്കൂ. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് ആ, 18-ലെ ഞാൻ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ. അപ്പൊ അത് സംസാരിക്കേ. അതെ നിങ്ങളിങ്ങനെ അതെ എല്ലാം മറച്ചു അതെ വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ ആ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഇപ്പം ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ആ എന്നോട് പറഞ്ഞത് നിങ്ങളൊരു ത്രട്ടൺ സിറ്റുവേഷനിലാണ്, ആ നിങ്ങൾ ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. ആ പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. ആ അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവം നിങ്ങളുടെ വേഗം വിട്. കൈക്കകത്തിരിക്കുകയാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. ആ അപ്പം ഓ അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഉം. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി, അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് ആ, കഴിഞ്ഞ രാഹുൽ ഒരാഴ്ചക്കകത്ത് ഓൺലൈൻ. മാങ്കൂട്ടത്തിലല്ലേ ആ ആയിട്ട് ആ ബന്ധപ്പെട്ടുള്ള അയ്യോ, അല്ല അങ്ങനെ അല്ല 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 സോറി അതാണോ? സോറി അല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പേര് അതിൽ ആ വലിച്ചിഴക്കപ്പെട്ടതാണ്. അതല്ലേന്ന് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ കണ്ടത് ഇതുവഴി. ആ ആ ആ അതായത് ഒരാള് അബോർട്ട് ചെയ്തു, കണ്ടായിരുന്നോ അത്? ആ കണ്ടായിരുന്നോ സംഭവം? കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് കണ്ടിരുന്നു. ഓക്കെ. ഇവിടെ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, അതാണ്. ഓക്കെ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പരാതി KPCCക്ക് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളാണോ കൊടുത്തതെന്ന് അറിയാനാണ് ഞാൻ അരുണിമയെ വിളിച്ചത്. കാരണം എനിക്ക് നിങ്ങളെ പരിചയമില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പോലീസിലായിട്ട് ആ കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ ഓ, നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇതുവരെ ആർക്കും മനസ്സിലാക്കുന്നു. കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ രാഹുല് പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, രാഹുൽ എന്നെ സംബന്ധിച്ച് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ അടുത്ത് മോശമായിട്ട് ഓ, സംസാരിച്ചിട്ടുമില്ല. നിങ്ങളടുത്ത് സംസാരിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ 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 അപ്പൊ അവിടെ ക്ലിയർ ആയത്. പിന്നെ ഇപ്പൊ അത് ആരാ ഈ ഈ അതിനകത്ത് കൂടുതൽ പരാതി പറഞ്ഞത് ആരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, ആ സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഓക്കെ. ഇങ്ങനെ അപ്പൊ എന്നെ ഞാനത് പറ്റി ഒരു ക്ലാരിഫിക്ക് അപവാദം വേണ്ടി. പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അയ്യോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമായിട്ടൊന്നും മോശമല്ലെങ്കിൽ അല്ല ഇത് നിങ്ങളെ പറ്റി അപവാദം. കേരളത്തിലൊരു MLA, പാലക്കാട് പൊറോട്ടിന് ആ പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. ആ നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള അത് തന്നെ, പെരുമാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അതെ അതെ അതെ, എനിക്ക് അത് പറഞ്ഞു മനസ്സിലായി നടക്കുന്ന ആരാന്ന് മനസ്സിലായി. അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്, പിന്നെ നിങ്ങളെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും ആ പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട ഓക്കെ. അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നം തീർച്ചയായിട്ടും. ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് അല്ല, തലത്തിലായാലും അവന്തിയുടെ എനിക്ക് നല്ല ചുമതല നല്ല എന്താണ് ഇപ്പം? ഏതാണ് അവന്തിയുടെ ചുമതല എന്താണ് ഇപ്പം? ഇപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല.
അതായത് നിങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ, യുവമോർച്ചയില്ലേ? അതെ അതെ, ചുമതല ഒന്നുമില്ല. ആ ചുമതലയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഞാൻ അങ്ങനെയാണ് ഈ അർദ്ധമയെ വിളിച്ച് ഞാനും ചോദിച്ചത്. അത് ഓർത്തത്. ഇവള് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരാൾ പരാതി കാരണം കൊടുക്കുവാണെങ്കിൽ നമ്മള് അറിയണം. ഈ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനാണെങ്കിലും ഒന്ന് അറിയണം ഒരു കംപ്ലൈന്റ് വരുമ്പോ. KPTC-യിലല്ല, കേരള കോൺഗ്രസിന്റെ എന്തൊരു സംഭവം വന്നാലും ഞാൻ അറിയും. ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കണം, അല്ലെങ്കിൽ അരുണിമ അറിയും. ഇത് രണ്ടുപേരും അറിയാതെ വേറൊരാള് നേരിട്ട് കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരമാണ്. ഞങ്ങൾക്ക് ഇല്ല, അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാനല്ലേ കൊടുക്കേണ്ടത്. വേറൊരു വ്യക്തി എന്നെ പറ്റി എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനാണ് കൊടുക്കേണ്ടത്. നിങ്ങളെ അവന്തിക, നിന്നെ എന്നല്ല പറയുന്നത്. മൊത്തത്തിൽ ഇവിടെ ആരെയോ ഒരാളെ ചൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ അത് അവന്തികയാണോ എന്നൊരു ഡൗട്ട്. അത് അവന്തികയാണോ? അങ്ങനെയാ ചോദിച്ചത്. അങ്ങനെ ഡൗട്ട് വരെ ഞാൻ കോൺഗ്രസിലും അല്ല. അയ്യോ, അത് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ വിളിച്ചു ചോദിച്ചത്. അത് ക്ലാരിഫൈ ചെയ്യാനാണ് വിളിച്ചത്. അമ്മയാ, ഒരു മിനിറ്റ് അമ്മയാ. ഓക്കെ, പറയും. ഒരു വിളിക്കാം കേട്ടോ. ശരി, താങ്ക്സ്. ഓക്കെ. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവിച്ചിട്ട് കുറച്ച് നാളായി. ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ, ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിയിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെ പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJP-യുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് അല്ലേ?
തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹൂയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. പക്ഷെ അപ്പൊ നിങ്ങൾ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഇല്ല, ഇത് സമൂഹം അറിയണമല്ലോ. കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിലൊരു MLA പറയാണ്, ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത് എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അയാൾ അന്ന് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദമായിരുന്നു. അത് പിന്നീട് ഈ രീതിയിലെ വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. മെസ്സേജ് അയക്കാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തു. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല അല്ലെ? ഇല്ല, കാരണം നമ്മൾ അറിയാലോ ഇയാളെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്തായും അവസ്ഥ എന്നുള്ള ഭവിഷ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇത് സമൂഹം അറിയണം. കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഒന്നുമല്ല, റേപ്പ് ചെയ്യണം എന്നാണ്. അയാൾ റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റേപ്പ് ചെയ്യണ പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് പറയുകയായിരുന്നു, മെസ്സേജ് അയക്കുകയല്ല, പറയുകയായിരുന്നു അല്ലെ? മെസ്സേജ് അയച്ചത് അത് വോയിസ് മെസ്സേജ് ആണ്. പക്ഷെ അത് ഡിസപ്പയറിംഗ് മെസ്സേജ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതാണ് ടെലഗ്രാമിന്റെ ഒരു പോളിസി. ശരി ശരി. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ.